IPL ബിസിനസ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള എന്റെ കഴിഞ്ഞ വീഡിയോക്ക് കമന്റ്സ് ആയിട്ടും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും നിങ്ങൾ കുറെ അധികം പേരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. Dream11 എന്ന ആപ്പ് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്? Dream11 ആപ്പിന്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് Dream11 കളിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രൈസ് മണി ആയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ തരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് കുറെ അധികം റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റിന്റെ ബേസിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എത്ര അധികം ആൾക്കാർ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും കുറെ അധികം റിക്വസ്റ്റ് ഉള്ളത് കൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ Dream11 ആപ്പിനെ പറ്റി നിങ്ങൾ കൂടുതൽ പേർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ അത് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതുമാണ്. പക്ഷെ അതിനു മുൻപ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ Dream11 എന്ന് ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് $1 ബില്യൺ വാല്യുവേഷൻ, അതായത് 7000 കോടി രൂപ വാല്യുവേഷൻ ആയിട്ടുള്ള യൂണിക്കോൺ ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഗെയിമിംഗ് കമ്പനിയാണ്. അതൊരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റും കുറെ അധികം ആൾക്കാർ ഇത് കളിച്ചിട്ട് ദിവസവും ആയിരക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്, ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് ഉണ്ടാക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർ 1000 രൂപ ഡെഫിനറ്റ്ലി ആയിരക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ Dream11 എന്ന ആപ്പിന്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണ് ഇവർ നിങ്ങൾക്ക് കാശ് തരുന്നത്, ഇവരെങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്, ഇത് ബെറ്റിംഗ് ആണോ, ഫ്രോഡ് ആണോ, നാളെ ഇവർ പറ്റിച്ചിട്ട് പോകുമോ, നമ്മൾ ഇതിൽ കാശ് ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാമോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇവർ ഇത്ര ശക്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റിയും, എങ്ങനെയാണ് MS ധോണിനെ പോലെ ഇത്ര വലിയൊരു പ്ലെയറിനെ കൊണ്ട് ഇവരുടെ ബ്രാൻഡ് എൻഡോസ് ചെയ്യിപ്പിക്കുന്നതും എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം തന്നെ Dream11 ആപ്പ് എന്താണെന്നും Dream11 ആപ്പിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബെറ്റിംഗ് എന്താണെന്ന്. ബെറ്റിംഗ് എന്താണെന്ന് നിങ്ങൾ കൂടുതൽ പേർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേസിക്കലി നമ്മൾ ചൂതാട്ടം എന്നൊക്കെ പറയുമല്ലോ, അതാണ് സംഭവം. അതായത് ഒരു മാച്ച് നടക്കുമ്പോൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാച്ച് നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യ വിജയിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്, ഇന്ത്യ വിജയിക്കുമെന്ന് ഹോപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ബെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര റേഷ്യോയിലാണോ, എത്ര ബെറ്റിംഗ് റേഷ്യോയിലാണോ നമ്മൾ കാശ് കൊടുത്തത്, അതിന്റെ ആ ഒരു റേഷ്യോയിൽ നമുക്ക് റിട്ടേൺസ് കിട്ടും. ഇന്ത്യ തോക്കുകയാണെങ്കിൽ നമ്മൾ ബെറ്റ് ചെയ്ത കാശ് നമുക്ക് നഷ്ടപ്പെട്ടും. ചൂതാട്ടം എന്താണോ അത് തന്നെയാണ് സംഭവം. അപ്പോൾ ബെറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആണ്. ബെറ്റിംഗ് ലക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് ബെറ്റിംഗ് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സീനിലേക്കാണ് Dream11 എന്ന ആപ്പ് എൻട്രി ചെയ്യുന്നത്. ബെറ്റിംഗ് എന്ന എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, എക്സൈറ്റിംഗ് ആയ കാര്യത്തെ ലീഗൽ ചെയ്യുകയാണ് Dream11 ചെയ്തത്. അതായത് Dream11 ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, റിയൽ ലൈഫിൽ ഒരു ക്രിക്കറ്റ് മാച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് മാച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഡ്രീം പ്ലേയിങ് 11 ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് Dream11 തരുന്നത്. ഇതേ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, മാച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ Dream11 ആപ്പിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം പ്ലേയിങ് 11 സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇന്ത്യൻ ടീമിൽ നിന്നും പാകിസ്ഥാൻ ടീമിനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ മാച്ചിൽ പെർഫോം ചെയ്യാൻ കൂടുതൽ ചാൻസസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന, നമ്മൾ ആ ക്രിക്കറ്റ് ഗെയിമിനെ അനലൈസ് ചെയ്തുകൊണ്ട് അവരുടെ പാസ്റ്റ് പെർഫോമൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു ഡ്രീം പ്ലേയിങ് 11 സെലക്ട് ചെയ്യുന്നു രണ്ട് ടീമിൽ നിന്നും. അങ്ങനെ റിയൽ ലൈഫിൽ മാച്ച് നടന്നതിന് ശേഷം നമ്മൾ നോക്കുന്നു നമ്മുടെ ടീമിൽ സെലക്ട് ചെയ്തവർ എത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ Dream11 ആപ്പിൽ ഓരോ കാര്യത്തിനും ഇവർ പോയിന്റ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബാറ്റ്സ്മാൻ സ്കോർ ചെയ്യുമ്പോൾ, റൺ എടുക്കുമ്പോൾ, 4 അടിക്കുമ്പോൾ, 6 അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബോളർ വിക്കറ്റ് ഇടുമ്പോൾ, മെയ്ഡൻ എടുക്കുമ്പോൾ, ഒരാൾ ഹാഫ് സെഞ്ചുറി അടിക്കുമ്പോൾ, അങ്ങനെ ഓരോ കാര്യത്തിനും പോയിന്റ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഡ്രീം പ്ലേയിങ് 11 ആൾക്കാർ എത്രമാത്രം പോയിന്റ്സ് സ്കോർ ചെയ്തു എന്ന് നോക്കുന്നു. അങ്ങനെ മാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളോടൊപ്പം പ്ലേ ചെയ്ത എല്ലാവരുടെയും Dream11 ടോട്ടൽ പോയിന്റ്സ് എന്താണെന്ന് നോക്കുന്നു. അങ്ങനെ നമ്മൾക്കാണ് ടോട്ടൽ പോയിന്റ്സിൽ നമ്മളാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എങ്കിൽ ഏറ്റവും വലിയ പ്രൈസ് മണി നമുക്ക് കിട്ടുന്നു. ഇതാണ് Dream11 ചെയ്യുന്നത്. ഇങ്ങനെയാണ് Dream11ലൂടെ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ Dream11 ലീഗൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ബെറ്റിങ്ങിനെ ഇല്ലീഗൽ എന്ന് വിളിക്കാൻ കാര്യം അവിടെ എലമെന്റ് ഓഫ് ലക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കാര്യം കംപ്ലീറ്റ്ലി ലക്ക് ബേസിസിലാണ് ആൾക്കാർ ജയിക്കുന്നതും തോക്കുന്നതും. എന്നാൽ ഇവിടെ Dream11 ക്ലെയിം ചെയ്യുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സുപ്രീം കോടതിയും സമ്മതിച്ച കാര്യവും എന്താണെന്ന് വെച്ചാൽ, Dream11 എലമെന്റ് ഓഫ് ലക്ക് ഇല്ല, ഇതൊരു ഗെയിം ഓഫ് സ്കിൽ എന്നുള്ളതാണ് Dream11 കമ്പനി പറയുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നതും. അതായത് ഇവർ പറയുന്നത് ഇതിലൊരു എലമെന്റ് ഓഫ് സ്കിൽ വേണം എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് നമ്മൾ ഗെയിമിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടീം ഉണ്ടാക്കുന്നതും അങ്ങനെയാണ് ഒരാൾ ജയിക്കുന്നതും തോക്കുന്നതും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ ലീഗലായി പ്രഖ്യാപിച്ചുവെങ്കിലും ഇന്നും ഗൂഗിൾ പ്ലേയിൽ ഈ ആപ്പ് ലിസ്റ്റഡ് അല്ല. ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. Dream11 കമ്പനിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2008 ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. ഹർഷ് ജെയിൻ
എന്നും ഭവിത് ചേട്ടെന്നുമാണ് ഫൗണ്ടേഴ്സിന്റെ പേര്. ഇവിടെ ഹർഷ് ജെയിൻ എന്ന ഫൗണ്ടർ ആനന്ദ് ജെയിൻ എന്ന ആളുടെ മകനാണ്. ആനന്ദ് ജെയിൻ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ മുകേഷ് അംബാനിയുടെ മെന്ററും അഡ്വൈസറുമായിട്ടുള്ള ആളാണ്. അപ്പോൾ 2008 ഫോം ചെയ്ത കമ്പനി ഇന്ന് 5 ഫണ്ടിംഗ് റൗണ്ട്സ് ആണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള. ലേറ്റസ്റ്റ് ഫണ്ടിംഗ് റൗണ്ട് സ്റ്റെഡ് വ്യൂ ക്യാപിറ്റൽ എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ നിന്നാണ് വന്നത്. സ്റ്റെഡ് വ്യൂ ക്യാപിറ്റലിൽ ഈ ലേറ്റസ്റ്റ് ഫണ്ടിംഗ് റൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവർക്ക് $1 ബില്യൺ വാല്യുവേഷനുമായിരിക്കുന്നത്. ഇവരുടെ ഇപ്പോൾ ഉള്ള പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 5 കോടി ആക്ടീവ് യൂസേഴ്സ് ആണ് ഇവർക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ഇതേ വർഷം തന്നെ ഇവർ അതിലെ 10 കോടി യൂസേഴ്സിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയും ഇവർക്കുണ്ട് എന്ന് ലേറ്റസ്റ്റ് പ്രസ് റിലീസിൽ ഇവർ അറിയിക്കുകയുണ്ടായിരുന്നു. ഇവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് 228 കോടി രൂപയായിരുന്നു. ഇവരുടെ PNL പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഇതൊരു പ്രോഫിറ്റ് ജനറേറ്റിംഗ് കമ്പനി അല്ല. ഇവർ ലോസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നിയർലി 65 കോടി രൂപയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രീം ഇലവന്റെ ബിസിനസ് മോഡൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് എങ്ങനെയാണ് ഇവർ കാശ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഡ്രീം ഇലവൻ ആപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. അതായത് ഒരു റിയൽ ലൈഫിൽ ഒരു മാച്ച് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഡ്രീം പ്ലേയിങ് 11 ഈ ആപ്പിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡ്രീം 11 ഉണ്ടാക്കിയതിനു ശേഷം ആപ്പിനകത്ത് പോവുകയാണ് എങ്കിൽ അവിടെ ഒരു മാച്ചിന്റെ കീഴിൽ തന്നെ കുറെ അധികം ഗെയിംസ് ഉണ്ടാകും. ഓരോ ഗെയിമിലും എൻട്രി ഫീ ഉള്ളതാണ്. അതുപോലെ തന്നെ എൻട്രി ഫീ കൊടുത്ത് ആ ഗെയിമിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഓരോന്നിലും ഡിഫറെന്റ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഉണ്ടാകും, ഡിഫറെന്റ് പ്രൈസ് മണിയും ഉണ്ടാകും. അങ്ങനെ നമ്മൾ എൻട്രി ഫീ കൊടുത്ത് ഒരു മാച്ചിൽ എൻട്രി ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ അത് ജയിക്കുകയാണ് എങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മണി നമുക്ക് കിട്ടുന്നതുമാണ്. ഇവിടെ 7 കോടി രൂപ ടോട്ടൽ പ്രൈസ് മണി ഉള്ള ഒരു ഗെയിമിന്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ ഇവിടെ ടോട്ടൽ പ്രൈസ് മണി കൊടുക്കുന്നത് 7 കോടി രൂപയാണ്. ഇതിൽ കളിക്കാൻ പറ്റുന്നത് 18,88,888 പ്ലേയേഴ്സിനാണ് ഈ ഒരു ഗെയിമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. എൻട്രി ചെയ്യാനായിട്ട് ഇവർ കൊടുക്കേണ്ട എൻട്രി ഫീസ് എന്താണെന്ന് വെച്ചാൽ 49 രൂപയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ 18,88,888 പേര് ഇത് കളിക്കുമ്പോൾ ഇതിൽ വിജയിക്കാൻ പറ്റുന്നത് വിന്നേഴ്സിന്റെ ടോട്ടൽ നമ്പറും ഇവിടെ കാണുന്നത് 13 ലക്ഷമാണ്. ഇതിൽ ആദ്യം ഫസ്റ്റ് പ്രൈസ് എടുക്കുന്ന ആൾക്ക് കിട്ടുന്നത് 25 ലക്ഷം രൂപയാണ്. സെക്കൻഡ് പ്രൈസ് എത്തിയാലും 6 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുന്നു. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 13 ലക്ഷം എന്ന റാങ്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ 30 രൂപ തിരിച്ചു കിട്ടുന്നു. 8,25,000 എന്ന റാങ്കിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ തിരിച്ചു കിട്ടുന്നു. അതായത് നിങ്ങൾ എൻട്രി ഫീസ് ആയിട്ട് നിങ്ങൾ ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന 49 രൂപ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾക്ക് 8,25,000 എന്ന റാങ്ക് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ആൾക്കാരെ വളരെയധികം എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം. അതായത് ഈ ഒരു ഗെയിമിൽ എൻട്രി ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരുടെ സ്കില്ലിൽ കുറെയൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവും. കുറെ നാളായിട്ട് ക്രിക്കറ്റ് കാണുന്നവരായിരിക്കും, ക്രിക്കറ്റിനെ കുറെയൊക്കെ നന്നായി മനസ്സിലാക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യും എങ്ങനെയൊക്കെ എൻട്രി ചെയ്താലും 49 രൂപയല്ലേ ഇവിടെ ചെലവാക്കേണ്ടതുള്ളൂ, 49 രൂപ കൊടുത്ത് എൻട്രി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും 8 ലക്ഷം എന്ന റാങ്കിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റാങ്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടാകും. അങ്ങനെയാണ് കൂടുതൽ പേരും എൻട്രി ചെയ്യുന്നതും അങ്ങനെയാണ് ഈ ആപ്പ് കാശ് ഉണ്ടാക്കുന്നതും. അപ്പോൾ ഡ്രീം ഇലവൻ എന്ന കമ്പനിക്ക് കാശ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റ് എവിടെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ പറഞ്ഞ സെയിം ഗെയിമിന്റെ കണക്കിന്റെ മാത്തമാറ്റിക്സിന്റെ ചെറിയൊരു ബ്രേക്ക് ഡൗൺ നമുക്ക് നോക്കാം. ഇവിടെ 18,88,888 പേരാണ് ഈ ഗെയിമിലേക്ക് എൻട്രി ചെയ്യുന്നത്. 49 രൂപ ഓരോ ആളും കൊടുത്താണ് ഇവർ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ 18,88,888 ഇൻറ്റു 49 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് 9.25 crore rupees ആണ്. അതായത് 9 കോടി രൂപയാണ് ഈ ഒരു ഗെയിമിൽ നിന്ന് മാത്രം ഡ്രീം ഇലവൻ കമ്പനി കിട്ടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കാണുകയുണ്ടായി ഈ ഒരു ഗെയിമില് പ്രൈസ് മണി ആയിട്ട് കൊടുക്കുന്നത് എത്രയാണ്? 7 കോടി രൂപ. അപ്പോൾ ബാക്കി വരുന്ന 2,25,00,000 2.25 കോടി രൂപ ഡ്രീം ഇലവൻ കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 18,88,888 പേരും ഈ ഗെയിമിൽ പങ്കെടുത്താൽ മാത്രമേ, കംപ്ലീറ്റ് ആൾക്കാരും പങ്കെടുത്താൽ മാത്രമേ ഈ പറഞ്ഞ 2.25 കോടി രൂപ ഇവർക്ക് ഒരു ഗെയിമിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര പേര് കളിച്ചാൽ ഇവർക്ക് നഷ്ടമില്ലാതെ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതായത് ഇവരുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 7 കോടി രൂപയെ 49 രൂപ എൻട്രി ഫീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 7 കോടിനെ 49 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 14,28,571 എന്ന നമ്പറാണ്. അതായത് 14,28,571 പേര് ഈ ഗെയിം കളിച്ചാൽ മാത്രമേ ഇവർക്ക് നഷ്ടമില്ലാതെ ഈ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ കുറവ് ആൾക്കാർ ഈ ഗെയിം കളിച്ചുള്ളൂ എങ്കിൽ ഇവർക്ക് നഷ്ടമാണ് സംഭവിക്കുക. അതുകൊണ്ട്
തന്നെയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് ഡ്രീം 11 വളരെ ശക്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി MS ധോണി എന്ന ബ്രാൻഡ് അംബാസഡറിനെ ഇവർ വെക്കുന്നതും ടിവിയിലെല്ലാം ആഡ് കൊടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കൂടുതൽ പേര് ഗെയിം കളിക്കുകയാണ് എങ്കിൽ മാത്രമേ ഇവർക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഡ്രീം 11 എന്ന ആപ്പിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നതും ഇതാണ് ഈ ആപ്പിന്റെ ബിസിനസ് മോഡലും, ഇങ്ങനെയാണ് ഈ ആപ്പ് കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ കൂടുതൽ പേരും കുറെ അധികം ആൾക്കാരും ഈ ആപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നും അതിലൂടെ കാശ് ഉണ്ടാക്കുന്ന കുറെ പേരുണ്ടെന്നും കാശ് നഷ്ടപ്പെടുന്നവര് അതിൽ കൂടുതലുണ്ട് എന്നും എനിക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡ്രീം 11 പറ്റി എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കമ്പനിയും എന്തൊക്കെ ഇതിൽ എലമെന്റ് ഓഫ് സ്കില്ല് വേണമെങ്കിലും ഇതിനെ ഗെയിം ഓഫ് സ്കിൽ എന്ന് വിളിക്കുകയാണെങ്കിലും എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊരു ലക്ക് ബേസ്ഡ് കാര്യം തന്നെയാണ്. അതായത് നമ്മൾ നമ്മുടെ അറിവും നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് ഒരു ടീമിനെ സെലക്ട് ചെയ്താലും അന്ന് ആ ഒരു പ്ലെയർ പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇടുന്ന കാശിൽ നമ്മൾ ജയിക്കാനോ തോൽക്കാനോ ഉള്ളത് കംപ്ലീറ്റ്ലി ലക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ കുറെ അധികം ആൾക്കാർ കമന്റ് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കുറെ അധികം പേരും കളിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു ഹോബി ആയിട്ടോ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടോ ഒരു രസത്തിന് വേണ്ടിയിട്ടോ വല്ലപ്പോഴും കളിക്കുക എന്നല്ലാതെ ഇതിനെ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ശരിയാണ്, കുറച്ച് സമയത്തിൽ നിന്ന് കുറെ റിട്ടേൺസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ബട്ട് അഗെയിൻ അത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ലക്ക് ആൻഡ് ചാൻസസ് ആണ്. അങ്ങനെ ഒരു കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം കംപ്ലീറ്റ്ലി കൊടുക്കുന്നത്? നിങ്ങളുടെ കാശ് അതിൽ ഇട്ടിട്ട് കാശ് നഷ്ടം വരുമ്പോൾ വെറുതെ ആവശ്യമില്ലാതെ കുറെ അധികം ടെൻഷനും സ്ട്രെസ്സും നിങ്ങളുടെ സമയം മോശവും എല്ലാം ആയിത്തീരുന്നു. അതിന്റെ ആവശ്യം എന്താണുള്ളത്? അപ്പോൾ നിങ്ങളുടെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ആ ടൈം ഇതുപോലെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ലക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കൊടുക്കാതെ നിങ്ങളുടെ ആ ഒരു ടൈം എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള ഒരു കാര്യം ബിൽഡ് ചെയ്യാനായിട്ട്, സ്വന്തമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കി എടുക്കാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതല്ലേ വൈസർ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു തോട്ട് തന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രീം 11 കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്ക് കൂടി ഈ നോളജ് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും അത് കമന്റ് ചെയ്ത് അറിയിക്കുക. ചാനലിലേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും അത് നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത തവണ കാണുന്നവരെ നന്ദി, നമസ്കാരം.